മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിൽ നിന്നും ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ ഗ്രഹിക്കുകയും അവയെ സ്വാംശീകരിച്ച് തൻ്റെ അറിവായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനോട് ഒട്ടൊക്കെ സമാനമായ രീതിയിലാണ് ഭൂരിഭാഗം നിർമ്മിത ബുദ്ധി സങ്കേതങ്ങളും അറിവാർജിക്കുന്നത്. അനുഭവങ്ങൾക്ക് പകരം ഇവിടെ ഡേറ്റയാണെന്ന് മാത്രം. ഡിജിറ്റൽ ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, വാർത്തകൾ, വീഡിയോകൾ, സോഷ്യൽ മീഡിയ ഉള്ളടക്കങ്ങൾ, അങ്ങനെ ഡേറ്റയ്ക്കായി അനേകം സ്രോതസ്സുകളെ AI സങ്കേതങ്ങൾ ആശ്രയിക്കുന്നു. ഇവയെല്ലാം ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ സങ്കീർണമായ പ്രോസസ്സിങ്ങിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വാക്കുകളും ശൈലികളും വാക്യങ്ങളും എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ മറുപടി നൽകണം എന്നതൊക്കെ ശ്രദ്ധിക്കുന്നു, പഠിക്കുന്നു. ഓരോരോ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനുപരി വാക്യത്തിൻ്റെയോ സംഭാഷണത്തിൻ്റെയോ പൂർണ്ണമായ അർത്ഥവും സന്ദർഭവുമാണ് AI പരിഗണിക്കുന്നത്. വാക്കുകൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മൊത്തത്തിലുള്ള അർത്ഥം എന്താണെന്നും AI പരിശോധിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ AI അതിന് ലഭ്യമാക്കിയിട്ടുള്ള വിപുലമായ ഡേറ്റയിൽ നിന്ന് പഠിക്കുന്നു. അർത്ഥത്തിനായി മുഴുവൻ വാക്യങ്ങളും പരിശോധിക്കുന്നു. പഠിച്ച പാറ്റേണുകൾ ഉപയോഗിച്ച് മികച്ചൊരു പ്രതികരണം അതിൻ്റെ ഭാഷാരീതിക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നു. AIക്ക് തെറ്റുമോ? പരിശീലിപ്പിക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് AI സങ്കേതങ്ങൾ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ അവ ജനറേറ്റ് ചെയ്യുന്ന ഉള്ളടക്കങ്ങൾക്ക് അവയെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച വിവരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകളോട് താദാത്മ്യം കൂടുതലായിരിക്കും. ഉദാഹരണത്തിന്, രണ്ടാം ലോകയുദ്ധത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ തെറ്റായ വിവരങ്ങളടങ്ങിയ ഒരു ഡേറ്റാ സെറ്റിൽ ഒരു AI മോഡൽ പരിശീലിപ്പിക്കപ്പെട്ടാൽ അത് യഥാർത്ഥ വസ്തുതകളുമായി പൊരുത്തപ്പെടാത്ത ഉത്തരങ്ങളും പ്രതികരണങ്ങളുമായിരിക്കും സൃഷ്ടിക്കുക. AI മോഡലുകൾ വൻതോതിലുള്ള ഡേറ്റയിൽ പരിശീലനം നേടിയിട്ടുണ്ടെങ്കിലും അവ മനുഷ്യരെ പോലെ വിവരങ്ങൾ മനസ്സിലാക്കുന്നില്ല, പകരം പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മേൽപ്പറഞ്ഞതുകൂടാതെ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത വിവരങ്ങൾ, പക്ഷപാതപരമായ വിവരങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് മോഡലുകൾ പരിശീലിപ്പിക്കപ്പെട്ടാലും നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾക്ക് തെറ്റ് സംഭവിക്കും. കൂടാതെ നാം നൽകുന്ന പ്രോംപ്റ്റുകൾ വ്യക്തമല്ലെങ്കിൽ AI അതിനെ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായ പ്രതികരണങ്ങൾ നൽകുകയും ചെയ്യും. ഒരു AI മോഡലും ഇതേവരെ 100% കുറ്റമറ്റ വിധത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഓരോ AI മോഡലുകൾക്കും അതിൻ്റേതായ മേന്മകൾക്കൊപ്പം കുറവുകളുമുണ്ട്. ഓരോ AI മോഡലിൻ്റെയും പരിമിതികളും അവ തെറ്റായ ഉത്തരങ്ങൾ നൽകുന്നതിന് കാരണമാണ്. പരിശീലന ഡാറ്റയിലെ പക്ഷപാതമോ അൽഗോരിതം രൂപകൽപ്പനയിലെ പിഴവോ കാരണം ഒരു AI സിസ്റ്റം ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അബദ്ധവശാൽ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുമ്പോൾ അൽഗോരിതമിക് വിവേചനം അഥവാ അൽഗോരിതമിക് ബയാസ് സംഭവിക്കുന്നു. AI മോഡലുകൾക്ക് ഉത്തരങ്ങൾ അറിയില്ലാത്തപ്പോഴും ഉറപ്പില്ലാത്തപ്പോൾ പോലും ഉത്തരങ്ങൾ നൽകുന്ന രീതിയിലാണ് മിക്ക AI മോഡലുകളും രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. AI ഹാലൂസിനേഷൻ എന്ന സംജ്ഞ അഥവാ പദം ഉപയോഗിച്ചാണ് തെറ്റായ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത വിവരങ്ങൾ സൃഷ്ടിക്കുകയും അത് ശരിയാണെന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നത്. അപര്യാപ്തമായ വിവരങ്ങൾ ഉപയോഗിച്ച് AI മോഡലുകളെ പരിശീലിപ്പിക്കുമ്പോഴാണ് AI ഹാലൂസിനേഷൻ സംഭവിക്കാറുള്ളത്. നാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കാം. AI മോഡലുകൾക്ക് വളരെ വലിയ കഴിവുകളുണ്ടെങ്കിലും അവ ഒരിക്കലും തെറ്റാത്ത ഒന്നല്ല, തെറ്റാത്ത ഉത്തരങ്ങൾ തരുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അവ തരുന്ന ഉത്തരങ്ങളെ, പ്രതികരണങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ഉപയോക്താവിൻ്റെയും ഉത്തരവാദിത്തമാണ്.